ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ കാലഘട്ടത്തിലും ഹമാസുകാർ നിത്യദാരിദ്ര്യത്തിലാണ് അല്ലെ. എല്ലാ രാജ്യത്തും പോയി തെണ്ടാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജനത. എല്ലാവരും പലസ്തീനികളെ നോക്കി കണ്ണീർ വാർക്കും, സഹതാപത്തോടുകൂടി മാത്രം നോക്കും. നിസ്സഹായരായ ഒരു ജനതയായിട്ട് മാത്രമാണ് ഹമാസിനെ അഥവാ പലസ്തീനികളെ ജനങ്ങൾ കാണുന്നത്. പക്ഷേ പലസ്തീനികൾക്ക് ലോകം നൽകുന്ന സഹായം വെച്ചിട്ട് ആർമാദിച്ച് ആർഭാടപൂർവം മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫ് ആഘോഷിക്കുന്നത് ആരാ? അവരുടെ നേതാക്കൾ. ഗാസയിൽ വലിയ വലിയ തുരങ്കങ്ങളുണ്ട്. ആർക്ക് രക്ഷപ്പെടാനാ? ഹമാസ് നേതാക്കൾക്കും കുടുംബങ്ങൾക്കും. ഇസ്രായേലിൽ വലിയ തുരങ്കങ്ങളുണ്ട്. ആർക്ക് രക്ഷപ്പെടാനാ? ഇസ്രായേൽ ജനതയ്ക്ക്. എന്നിട്ട് ഈജിപ്തിലും ഖത്തറിലും ഒക്കെ പോയിരുന്ന ഹമാസ് നേതാക്കൾ അവിടെ പോയിരുന്ന അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ ഇരുന്ന് ഗാലറിയിൽ ഇരുന്ന് ഫുട്ബോൾ കളി ആഘോഷിക്കുന്നത് പോലെ, അത് കണ്ടിട്ട് ആർമാദിക്കുന്നത് പോലെ ഗാസയിലെ ജനത മരിച്ചു വീഴുന്നത് കണ്ടിട്ട് ആഹാ മാർക്കിടും. ജഡ്ജിങ് പാനലുകളായിട്ട് അവരവിടെ പ്രവർത്തിക്കും. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങൾ നൽകുന്ന കോടിക്കണക്കിന് പണം ആർമാദിച്ച് ജീവിച്ചു തീർക്കുന്നത് ഹമാസ് നേതാക്കളും കുടുംബങ്ങളുമാണ്. ഒരു തുരങ്കത്തിൽ താമസിക്കുന്ന സ്ത്രീ 27 ലക്ഷം രൂപയുടെ ബാഗാണ് കൈവശം വെച്ചിരിക്കുന്നത് എങ്കിൽ പുറം ലോകത്തെ അവരുടെ ആഡംബര ജീവിതം എന്തായിരിക്കും? അവരുപയോഗിക്കുന്ന ജെട്ടിയും ബ്രായും ഏത് ബ്രാൻഡായിരിക്കും? എത്ര പണമായിരിക്കും? അവർ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയായിരിക്കും? അവർ കിടക്കുന്ന സ്ഥലം എങ്ങനെയായിരിക്കും? അവർ യാത്ര ചെയ്യുന്ന ആഡംബര വാഹനങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പോഴും പലസ്തീൻ ജനതയോ മണ്ണും കല്ലും തിന്ന് ഇലകളും തിന്ന് ജീവൻ തൽക്കാലം നിലനിർത്തുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നു. ഇവരുടെ ഇത്തരം രാജകീയമായ ജീവിതത്തിനു വേണ്ടി പരിചകളാക്കപ്പെടുകയാണ് സാധാരണക്കാർ. ഒരു ബാഗിന് വേണ്ടി മാത്രം ഇത്രയും പണം ചിലവഴിക്കാൻ കഴിയുന്ന അവർ മറ്റു പലതിനും എന്തായിരിക്കും ചിലവഴിക്കുക? ഒക്ടോബർ 7-ാം തീയതിയുള്ള ഭീകരാക്രമണത്തിന് മുമ്പ് ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ ഭാര്യ ഗാസയിലെ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഇസ്രായേൽ നേതൃത്വം ശരിക്കും അമ്പരന്നുപോയി. കാരണം ആരും കാണാനില്ലാത്ത തുരങ്കത്തിൽ ജീവിക്കുന്ന യഹിയ സിൻവാറിന്റെ ഭാര്യയുടെ കയ്യിൽ ഉണ്ടായിരുന്ന $32,000 വില വരുന്ന ബിർക്കിൻ ബാഗ് ആയിരുന്നെങ്കിൽ, ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ 27 ലക്ഷം രൂപ വില വരുന്നെങ്കിൽ, സാധാരണ ഹോളിവുഡ് നടിമാരും മോഡലുകളുമാണ് ഇത്തരം ബാഗുകൾ ഉപയോഗിക്കാറുള്ളത്. ആ ബാഗിനകത്ത് എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ബാഗിന്റെ വില 27 ലക്ഷം രൂപ. അതിനകത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? നമ്മുടെയൊക്കെ കയ്യിലുള്ള 20, 30, 200 രൂപയുടെ ബാഗിനകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് ഏകദേശം അറിയാം. 27 ലക്ഷം രൂപയുടെ ബാഗ്. അവരുടെ ജീവിതം, അവരുടെ സ്റ്റൈൽ ഒന്ന് ആലോചിച്ചു. പക്ഷേ യഹിയ സിൻവാറിന്റെ ഭാര്യ ഹോളിവുഡ് നടിമാരെക്കാളും ഒക്കെ എത്രയോ മുകളിലാണ്. കാരണം അവരുടെ ഭർത്താവ് ഒരു ബില്യണയറാണ്. ഒന്നും രണ്ടുമല്ല, ഹമാസ് നേതൃത്വത്തിന്റെ 1700 പേരാണ് മില്യണേഴ്സ് ആയിട്ടുള്ളത്. 10ഓളം പേർ ബില്യണേഴ്സ് ആണ്. ബില്യണയർ ആണെങ്കിൽ പറയാനുണ്ടോ? ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള മനുഷ്യ സ്നേഹികൾ പട്ടിണി കിടക്കുന്ന, ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിനിടയിൽ മരിച്ചു വീഴുന്ന പലസ്തീൻ ജനതയ്ക്ക് അന്നത്തിനു വേണ്ടിയും കുടിനീരിനു വേണ്ടിയും വസ്ത്രത്തിനു വേണ്ടിയും ആവാസ സ്ഥലത്തിനു വേണ്ടിയും അയക്കുന്ന പണം, മരുന്നിനു വേണ്ടി അയക്കുന്ന പണം ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ അടിച്ചു മാറ്റി തന്ത്രപൂർവം ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരായി മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫ് ആസ്വദിക്കുന്നു. ഏറ്റവും വിചിത്രം, ഇസ്ലാമിസ്റ്റുകൾ സദാ ശപിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ് കേട്ടോ പലസ്തീനുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അത് മറക്കരുത്. നമുക്ക് ബഹുദൈവാരാധകരെ പറ്റില്ല, നസ്രാണികളെ പറ്റില്ല, ജൂതന്മാരെ പറ്റില്ല, ക്രിസ്ത്യാനികളെ പറ്റില്ല. പക്ഷെ അവർ കൊടുക്കുന്ന പണം കൊള്ളാം. അവരുടെ രാജ്യത്തേക്ക് ചേക്കേറി സുഖസുന്ദരമായിട്ട് ജീവിക്കാനും കൊള്ളാം. അതിനൊക്കെ തിരഞ്ഞെടുക്കാൻ കുഴപ്പമൊന്നുമില്ല അവർക്ക്. അപ്പോ ആലോചിക്കണം, അമേരിക്കയിൽ അടക്കമുള്ള മനുഷ്യ സ്നേഹികൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് ഇവർ അട്ടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്. അപ്പോ ഹമാസ് പലസ്തീനികൾക്ക് കൊടുക്കാതെ ആ പണമൊക്കെ അടിച്ചു മാറ്റി ഇവരുടെ ഖജനാവ് വീർപ്പിക്കുന്നു. ഭാര്യമാർക്കും മക്കൾക്കും അടിപൊളി ലൈഫ് സമ്മാനിക്കുന്നു. തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയാണവർ. ഇത് ശക്തമായി തടയാനുള്ള ശ്രമത്തിലാണ് പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരത്തിലേറിയാൽ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കാൻ വിദേശ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. ഇതിന്റെ ഭാഗമായി USAIDന്റെ സഹായം വരെ നിർത്തുകയാണിപ്പോൾ. അതിന്റെ ഒരു കാരണം ഈ ഗാസയ്ക്കുള്ള USAIDന്റെ സഹായം ഹമാസിനാണ് പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ട്രംപിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗാസയുടെ പുനരധിവാസത്തിന് കിട്ടുന്ന പണവും ഹമാസ് അടിച്ചു മാറ്റുമെന്ന് അമേരിക്കയ്ക്ക് ഭയമുണ്ട്. പക്ഷെ പലസ്തീനികളെ സംബന്ധിച്ച് ഈ ദുർവിധി ഒരു പഴയ കാര്യമൊന്നുമല്ല, പുതിയ കാര്യവുമല്ല. അവർക്കറിയാം, യാസർ അറഫാത്തിന്റെ കാലം മുതൽ തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ.
ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഹമാസിന്റെയും ഫത്താ പാർട്ടിയുടെയും ഒക്കെ കോടീശ്വരന്മാരായ നേതാക്കളുടെ യഥാർത്ഥ മുൻഗാമി സത്യത്തിൽ പലസ്തീൻ പോരാട്ടങ്ങളുടെ തലത്തൊട്ടപ്പനായിട്ടുള്ള സാക്ഷാൽ യാസർ അറഫാത്ത് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ പലസ്തീന് വേണ്ടി കിട്ടിയിരുന്ന പണം യാസർ അറഫാത്തിന്റെ കൈകളിലൂടെയാണ് പോയിരുന്നത്. അദ്ദേഹത്തിന് എത്ര കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ തിട്ടമില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ മക്കൾക്കും അറിയില്ലായിരുന്നു. ജീവചരിത്രകാരന്മാർ തന്നെ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ലണ്ടനിലും പാരീസിലും ഈജിപ്തിലും ഖത്തറിലും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് അയാൾ ഒരു കാലത്ത് ഉണ്ടാക്കി കൂട്ടിയിരുന്നതെല്ലാം. തോക്കെടുത്ത് തീവ്രവാദിയായി ജീവിച്ച ഈ നേതാവിനുണ്ടായിരുന്നത് മരിക്കുമ്പോൾ 6.5 ബില്യൺ US ആസ്തി. എന്ത് പണിയെടുത്തിട്ടോ? കൃഷി ചെയ്തിട്ടോ? യാസർ അറഫാത്തിന്റെ സമ്പത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത്. 6.7 ബില്യൺ US. അതായത് 650 കോടി രൂപ, കോടി ഡോളർ, രൂപയല്ല. പലതും ഇനിയും അക്കൗണ്ട് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അറഫാത്തിന്റെ അന്ത്യനാളുകളിലാണ് 1.3 ബില്യൺ അക്കൗണ്ടിലെത്തിയത്. അത് കണ്ടെത്തുകയും ചെയ്തു അമേരിക്ക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അതിലേറെ സ്വത്തുക്കളുണ്ട്. സ്വിറ്റ്സർലാൻഡ്, കരീബിയ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ യാസർ അറഫാത്തിന്റെ കാലത്ത് തുടങ്ങിയ ഹിഡൻ അക്കൗണ്ട് ഇപ്പോഴുമുണ്ട്. ഒരു മകളേ ഉള്ളൂ. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള കൊക്കോളയിൽ പോലും അറഫാത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഫോക്സ് ന്യൂസ് രേഖകൾ സഹിതം പറയുന്നത്. കേരളത്തിൽ നിന്ന് കൊക്കോളയെ ഓടിക്കാൻ, അവര് കൊക്കോള എന്നാ പറയുക, ഈ കൊക്കോളയെ ഓടിക്കാൻ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും കൈകോർത്തിരുന്നത് നമുക്കറിയാമല്ലോ. യാസർ അറഫാത്തിന്റെ ഭാര്യ സാഹ പാരീസിലെ അറിയപ്പെടുന്ന കോടീശ്വരിയാണ്. വിരലിലെണ്ണാവുന്ന കോടീശ്വരികളിൽ ഒരാൾ. അവർക്ക് ലണ്ടനിൽ അടക്കം ഭൂമിയും വസ്തുക്കളുമുണ്ട്. 1990-ൽ യാസർ അറഫാത്ത് സാഹയെ രഹസ്യ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് പ്രായം വെറും 27 വയസ്സായിരുന്നു. യാസർ അറഫാത്തിന് 61 വയസ്സും. അക്കാലത്ത് തന്നെ മാസം $1 ലക്ഷം ഭാര്യയുടെ ചെലവിന് വേണ്ടി PLO നേതാവ് അയച്ചു കൊടുത്തിരുന്നത്. റോമൻ കാത്തലിക് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന കടുത്ത ക്രിസ്തുമത വിശ്വാസിയായ സാഹയെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയാണ് അറഫാത്ത് വധുവാക്കിയത്. ഇവർക്ക് ഫ്രാൻസിലും ടുണീഷ്യയിലും പൗരത്വമുണ്ട്. ഈ രണ്ടിടത്തും നിരവധി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും അറഫാത്തിന്റെ ഭാര്യ ആരോപിതയായിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പാരീസിലേക്ക് $11.5 മില്യൺ ട്രാൻസ്ഫർ ചെയ്ത കേസിൽ പാരീസിൽ ഇനിയും അവസാനിച്ചിട്ടില്ല കേസ്. ഈ പണമൊക്കെ സത്യത്തിൽ വന്നത് പലസ്തീനികൾക്ക് വേണ്ടിയാണ്. അത് അറഫാത്തിന്റെ സ്വകാര്യ സ്വത്തായി മാറി. പിന്നീട് ഈ ബന്ധത്തിലുണ്ടായ മകൾ സഹ്വ അറഫാത്ത്, അവരും കോടീശ്വരിയാണ്. $8 ബില്യൺ ആണ് അവരുടെ ആസ്തി എന്നാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്. ഇവരാരും തന്നെ പലസ്തീനെ കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാറുമില്ല. ഗാസയിലെ പാവങ്ങളെ അവർ തിരിഞ്ഞു നോക്കാറില്ല. ലണ്ടനിലും ഈജിപ്തിലും പാരീസിലും ഒക്കെയായി അവർ ജീവിതം ആഘോഷിച്ചു തീർക്കുന്നു. സദാ യുദ്ധം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കൾക്ക് എങ്ങനെയാണ് ശതകോടികളുടെ ആസ്തികൾ വരുന്നത്? സ്വന്തം ജനത പട്ടിണി കിടക്കുന്ന സമയത്ത് സ്വന്തം മക്കളെ കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ആഡംബര ജീവിതം നയിപ്പിക്കാൻ കഴിയുന്നത്? അതാണ് ഹമാസ് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. പലസ്തീനികൾ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ഹമാസ് നേതൃത്വം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി നല്ല ബന്ധത്തിൽ പോകുന്നതും കൂടുതൽ രാജ്യങ്ങൾ എബ്രഹാം കരാറിലേക്ക് വരുന്നതും കണ്ടിട്ടാണ് ഹമാസ് ഒക്ടോബർ 7 കൂട്ടക്കുരുതി തന്നെ നടത്തിയത്. സത്യത്തിൽ പലസ്തീനികളുടെ ഏറ്റവും വലിയ ദ്രോഹികളാണ് ഹമാസ്. ഗാസ നിവാസികളെ ബന്ദിയാക്കി പ്രവർത്തിക്കുന്ന ഹമാസിന്റെ രീതികൾ നേരത്തെ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ ഡൽഹി മെട്രോയേക്കാൾ വലിയ ഭൂഗർഭ തുരങ്കമാണ് ഹമാസ് ഗാസയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൂളിലും ആശുപത്രിയിലും ഒക്കെ അവർ അണ്ടർഗ്രൗണ്ട് ആയുധപുരകൾ ഉണ്ടാക്കി. അവിടെ നിന്ന് റോക്കറ്റ് അയക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ചയക്കുന്ന റോക്കറ്റുകൾ നേരെ വീഴുന്നത് ആശുപത്രിക്കും സ്കൂളിനും മുകളിലാണ്. പിറ്റേന്ന് വാർത്ത ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ ആശുപത്രി തകർന്നെന്നും സ്കൂൾ കുട്ടികൾ മരിച്ചു എന്നുമാണ്. ഇങ്ങനെ ഒരു സമൂഹത്തെ ബന്ദിയാക്കി വെക്കുക മാത്രമല്ല, അവർക്ക് ആഗോള വ്യാപകമായി വരുന്ന സഹായം അടിച്ചു മാറ്റുകയും ഹമാസ് സാമ്പത്തിക ജിഹാദ് നടത്തുകയും ചെയ്യുന്നു. ഇസ്രായേൽ കൊന്നൊടുക്കിയ ഇസ്മായിൽ ഹനിയയ്ക്ക് $4 ബില്യൺ ആണ് ആസ്തി. ഹനിയയുടെ മകൻ യാസ് ഹനിയ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻ ഗാസ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അയാൾ അറിയാതെ ഗാസയിൽ ഒരു കച്ചവടവും നടക്കില്ല. കച്ചവടം ചെയ്യുന്നതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷെ ഹമാസിന്റെ പേരുപയോഗിച്ച് ഭീതിയിലൂടെ സാധാരണക്കാരിൽ നിന്നും ഭൂമി ചുളിവിലേക്ക് തട്ടിയെടുത്തിട്ടായിരുന്നു ഇയാളുടെ തുടക്കം. ഇപ്പോൾ ഖത്തറിലും തുർക്കിയിലും ഒക്കെ സ്വത്തുക്കളുള്ള വലിയ ബിസിനസ് ടെക്യൂണായിട്ടാണ് ഇയാൾ വളർന്നു വന്നിരിക്കുന്നത്. ഹനിയയുടെ പണമാണ് മകനിലൂടെ വെളുപ്പിച്ചെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. യഹ്യാ സിൻവാറിന് $3 ബില്യൺ ആണ് ആസ്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ഉപയോഗിച്ച 27 ലക്ഷം രൂപയുടെ ബാഗ് ശരിക്കും ഒരു പ്രതീകം തന്നെയായിരുന്നു. ഖാലിദ് മിഷേൽ എന്ന പ്രമുഖനായിട്ടുള്ള ഹമാസ് നേതാവിന് 2.6 ബില്യൺ ആസ്തി. ഖത്തർ, ഈജിപ്ഷ്യൻ ബാങ്കുകളിലാണ് ഇദ്ദേഹത്തിന് ഷെയർ ഉള്ളത്. ഈ ഭീകരൻ $12 മില്യൺ സിറിയയിൽ നിന്നും തുർക്കിയിലേക്ക്
സ്മഗിൾ ചെയ്തു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഹമാസ് തീവ്രവാദത്തിലേക്ക് നന്നായി തിരിച്ചുവിട്ടു. 3 വർഷം വരെ ജയിലിൽ കിടന്നവർക്ക് പ്രതിമാസം $400 കൊടുക്കുന്നുണ്ട് ഈ സംഘടന. ഇങ്ങനെ $5000 വരെ പ്രതിമാസം കിട്ടുന്ന നിരവധി പേർ സംഘടനയിലുണ്ട്. ഇതുപോലെ ചാവേർ ബോംബായവരുടെ കുടുംബത്തിനും ഹമാസ് വൻതുകയും പെൻഷനും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗാസയിലെ പാവങ്ങളുടെ കണ്ണീർ ചിത്രങ്ങൾ കാണിച്ച് ലോകത്തിലെ മനുഷ്യ സ്നേഹികളിൽ നിന്നും തട്ടിയെടുക്കുന്നതാണ്. അതിനു പുറമെ തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ രഹസ്യ ഫണ്ടിങ്ങും ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അതൊന്നും കിട്ടുന്നില്ല, അമേരിക്ക കാരണം. പലസ്തീനികൾക്ക് വരുന്ന ഫണ്ട് ഹമാസ് അടിച്ചു മാറ്റുന്നതിനെ പറ്റി വലിയ രീതിയിൽ വിമർശിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ പലരും പലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന ഫതേ പാർട്ടി അതേ പണി തന്നെയാണ് എടുക്കുന്നത് എന്ന് മറന്നു പോകുന്നുണ്ട്. ഗാസയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെങ്കിലും വെസ്റ്റ് ബാങ്കിലും പല മേഖലകളിലും കൊടിയ ദാരിദ്ര്യമാണ്. പലസ്തീൻ അതോറിറ്റിയുടെ തലവനായ മെഹ്മൂദ് അബ്ബാസിന്റെ ശ്രദ്ധ ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. ഇതൊന്നും പരിഹരിക്കുന്നതിലല്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധ. അദ്ദേഹം സ്വന്തം ബിസിനസ് വളർത്തുന്ന തിരക്കിലാണ്. ഏകദേശം $75 ബില്യൺ എങ്കിലും ആസ്തിയുള്ള വലിയൊരു വ്യവസായ ഗ്രൂപ്പിന്റെ ഉടമയാണ് മെഹ്മൂദ് അബ്ബാസ്. അധികമാർക്കും അറിയില്ല ഇതൊന്നും. അറിയുന്നവരാകട്ടെ ഈ വിവരം മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. മെഹ്മൂദ് അബ്ബാസ് അദ്ദേഹവും 2 മക്കളും ചേർന്നാണ് ഫാൽക്കൺ കമ്പനീസ് എന്ന ബിസിനസ് എംപയർ നടത്തുന്നത്. ഫാൽക്കൺ ടൊബാക്കോ ആൻഡ് സിഗാർ കമ്പനി, ഫാൽക്കൺ ഇലക്ട്രിസിറ്റി ആൻഡ് മെക്കാനിക്കൽ കമ്പനി, കോൺട്രാക്ട് കമ്പനി, ഫാൽക്കൺ ഇന്റർനാഷണൽ മീഡിയ കമ്പനി, ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, അൽമാർഷ് ഇൻഷുറൻസ് കമ്പനി എന്നിങ്ങനെ ഈ ബിസിനസ് സാമ്രാജ്യം പരന്നു കിടക്കുകയാണ്. ജെറുസലേം പോസ്റ്റ് പത്രം കണക്കുകൾ വെച്ചിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഇതൊക്കെ. ഇതിൽ ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് മാത്രം വരുമത്രേ $60 ബില്യൺ ആസ്തി. 1 ബില്യൺ എന്നത് 100 കോടിയാണ് എന്ന് മറക്കരുത്. അതുപോലെ 11 ബ്രാഞ്ചുകളുള്ള അൽമാർഷ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്തി 35 മില്യൺ ആണ്. കാനഡയിലും ഇവർക്ക് ബിസിനസ്സുകളുണ്ട്. ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഫതാ പാർട്ടിയുടെയും മുഹമ്മദ് ദഹ്ലാനും വലിയ മുതലാളിയാണ്. $120 ബില്യൺ ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. സാധാരണക്കാരന് കിട്ടുന്ന പണം കൊണ്ട് ആർമാദിച്ച് ജീവിച്ചിട്ട് ഇവനൊക്കെ 5 നേരം നമസ്കരിക്കുന്നു. സ്വർഗം, നരകം, പരലോകം, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും. ഇത്തരം അനാഥാലയങ്ങള്, അഗതി മന്ദിരങ്ങള്, പാവങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് സക്കാത്ത് ഫണ്ടുകൾ അടിച്ചു മാറ്റി ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നതും. നന്ദി.